എന്നാൽ പിന്നെ ഇന്ന് നമുക്കൊരു ചിക്കൻ കുറുമ ആയാലോ. വെജ് കുറുമയൊക്കെ കഴിച്ച് ശീലമായതല്ലേ. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് അടിപൊളി ഒരു കുറുമ ഉണ്ടാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ക്യാരറ്റ്, പിന്നെ ബീൻസ്, നമുക്ക് വേണ്ട വെജിറ്റബിൾസ് ഏതൊക്കെയാണോ മഷ്റൂം അതൊക്കെ ഇടാൻ കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മുളകാണ് കേട്ടോ. പച്ചമുളക് കീറി ഒരു 3 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി മസാലയാണ് കേട്ടോ. ഇത് ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത്. അതൊരു 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ ഇല്ലേ, അതൊക്കെ ആവശ്യാനുസരണം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ചെറിയ ഉള്ളിയെ ചേർത്തിട്ടുള്ളൂ. ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തു. ഒരു തക്കാളിയുടെ പകുതിയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അത്രയും മതിയാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ വരെ ആകാം കുരുമുളക് പൊടി ചേർത്തിയതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് വേവിക്കാം. നല്ലപോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിൽ 2 വിസിൽ ഇട്ടാൽ മതി കേട്ടോ. 2 വിസിൽ എടുക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഇറക്ക പോയ ശേഷം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് ബദാമും കാഷ്യൂസും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാനാണ്. ഇപ്പോൾ കണ്ടോ, ഈ നല്ലൊരു സൂപ്പിൻ്റെയൊക്കെ മോഡലായിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ഇനി ഈ അടിച്ച് വെച്ചിരിക്കുന്ന ബദാമും കാഷ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒരുപാട് തിളക്കേണ്ട, ഒരു ചെറിയ തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കുറുകിയിരിക്കുകയാണെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, അതിൽ കുറച്ച് വെള്ളം ചേർത്ത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില കൂടി ഇട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എടുക്കാം. പെറോട്ടയോടൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങളിന്ന് പെറോട്ടയോടൊപ്പമാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് ചിക്കൻ കറി കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി മുന്നേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം.